2025 ലിറ്റ്മസ് പ്രോഗ്രാം നടക്കുന്നത് കടവന്ത്രയിലാണ്, എറണാകുളത്ത്. രാവിലെ നമ്മൾ ട്രെയിൻ ഇറങ്ങി കടവന്ത്രയിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ഈ വെള്ളക്കെട്ട് അവിടെ കാണുന്നത്. മുന്നോട്ട് പോകുന്ന ഒരു നഗരത്തെ പിന്നോട്ടടിക്കുന്ന രീതിയിലാണ് ഈ വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും യാത്ര വന്നിറങ്ങിയത് വെള്ളക്കെട്ടിലേക്കാണെങ്കിലും നമ്മൾ നഗരം പിന്നോട്ടാണെങ്കിലും നമ്മൾ മുൻപോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. കൊച്ചി മെട്രോ വഴി നമ്മൾ യാത്ര ചെയ്യുകയാണ്. കാരണം കടവന്ത്ര ഇവിടുന്ന് തൊട്ടടുത്താണ്. ശാന്തമായ ഒരു അന്തരീക്ഷമാണ് കൊച്ചിയിലുണ്ടായിരുന്നത്. ന്യൂനമർദ്ദത്തിൻ്റെ ഒരു ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു കുറവുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ എൻട്രൻസിൽ സെക്യൂരിറ്റി ചെക്ക് അടക്കം നടക്കുന്നത് ഇപ്പോൾ കാണാൻ സാധിച്ചു. അതുകൊണ്ട് അവിടെ ഒരു ക്രൗഡ് കാണുന്നുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയവർക്ക് വേണ്ടിയിട്ട് അവിടെ ഇതെടുക്കുന്ന, അതായത് അതിൻ്റെ ഡെലിഗേറ്റ് പാസ് എടുക്കുന്നത് അവിടെയുണ്ട്. അതൊക്കെ ഈസി ആയിട്ട് എടുത്തു. പിന്നെ സെക്യൂരിറ്റി ചെക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് ഡിലേ, ഒരു ക്രൗഡ് അവിടെയുണ്ട്. ആ ക്രൗഡിനെ ഉള്ളതുകൊണ്ട് അവിടെ തിരക്കുമുണ്ട്. എന്തായാലും ഒരുപക്ഷെ അവർക്ക് നേരത്തെ തന്നെ ഈ സെക്യൂരിറ്റി ചെക്കുള്ള വിവരം ഡെലിഗേറ്റ്സിനെ അറിയിക്കാമായിരുന്നു. അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ കുറേ നേരത്തെ ആളുകൾക്ക് എത്തുകയും കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് ആളുകൾക്ക് വരാമായിരുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു ഫാക്ട്സ്. എന്തായാലും നമ്മൾ ആ സെക്യൂരിറ്റി ചെക്ക് അവിടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വിധേയമാവുകയാണ് വേണ്ടത്. ഇതിന് അയറ്റുന്നത് ഇതാണ്. പ്രോഗ്രാം 8:30 ആരംഭിക്കാൻ പോകുന്നത്. കൃത്യസമയത്ത് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലാണ് ലിറ്റ്മസ് അറേഞ്ച് ചെയ്യാറുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നു. 5 വർഷമായിട്ട് ഇതിങ്ങനെയാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് ഇവിടെ കാണുന്നത്. ഇത് പക്ഷേ ഇന്ന് വല്ല ഡിഗ്നിറ്ററീസ് ഇവിടെ വരുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാവും. നമ്മൾ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറുകയാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ആ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ഫില്ലായിട്ടുണ്ട്. സൈഡുകളും മറ്റും അവിടെ ഉണ്ട്, ഇനി ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. പ്രോഗ്രാം ഏതായാലും കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ടാവും. അതാണ് അതിനൊരു പ്രത്യേകത. പ്രോഗ്രാം ഓണാണ്. അപ്പം ഒരു സംവാദത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഹോമിയോപ്പതി കപടമോ എന്ന് പറയുന്ന സംവാദം. ആരിഫ് ഹുസൈനും ഡോക്ടർ സംഷാദുമാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. സംവാദം തുടങ്ങി. നമ്മളതിനകത്ത് പല പൊസിഷനിൽ ഇരുന്നിട്ടും പരിപാടി വീക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. എനിക്ക് കൃത്യമായിട്ടൊരു പൊസിഷൻ അവിടെ കിട്ടിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുൻഭാഗത്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു കൃത്യമായി പ്രോഗ്രാം വാച്ച് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഒരു 200 പേർക്ക്, ഒരു 5000 പേര് വരുമ്പോൾ 200-300 പേർക്ക് മാത്രമാണ് ആ മുൻഭാഗത്ത് സീറ്റ് ആദ്യം കിട്ടുക. ഒരു 8 മണിക്കോ 7:30-ക്കോ ഒക്കെ വരുന്നവർക്കാണ് സീറ്റ് ആദ്യം കിട്ടുക. അവരത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സൈഡിലേക്കൊക്കെ ആളുകൾക്ക് ഇരിക്കണം. വളരെ പുറകിലേക്ക് പിന്നെ പോവും. അത് ഈ കാഴ്ച ഇത് കുറയ്ക്കുന്നു. പ്രോഗ്രാം ആസ്വദിക്കുന്നതിനുള്ള ഒരു ഇത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രോഗ്രാം വളരെ ഗംഭീരമായിരുന്നു. തുടക്കമായി എല്ലാം വളരെ മനോഹരമായി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഈ പ്രോഗ്രാമിൻ്റെ പേര് അൺഎപ്പോളജറ്റിക്കലി എത്തിസ്റ്റ് എന്നാണ്, പച്ചയ്ക്ക് നിരീശ്വരവാദം എന്നാണ്. പക്ഷേ അത് നിരീശ്വരവാദം എന്ന് പറയുന്നത് ദൈവത്തെ നിഷേധിക്കലോ, ദൈവത്തെ ചീത്ത വിളിക്കലോ, അല്ലെങ്കിൽ മതത്തെ തള്ളിപ്പറയലോ, മതത്തിനെ വിമർശിക്കലോ മാത്രമല്ല. അതും അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു അജണ്ടയോടെ അല്ല ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. പകച്ച് ഇതൊരു സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളുടെ അപഗ്രഥനമാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് സെഷനാണ്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം നല്ല പൈസ, 20,000 രൂപയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. അപ്പവും മുട്ട റോസ്റ്റൊക്കെ ആയിട്ടാണ് അത് പൈസ കൊടുത്തിട്ടാണ്. ഇപ്പോൾ ഒരു നിരീശ്വരവാദ അല്ലെങ്കിൽ ഭൗതികവാദ, ഒരു യുക്തിവാദ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര പരിപാടിക്ക് ഇത്രയും ആളുകൾ പണം കൊടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അറിവ് നേടിയിട്ടുള്ള ആളുകളുടെ യാത്രയാണിത് കാണിക്കുന്നത്. ഒരു ആത്മീയ പരിപാടിക്കോ മതപരിപാടിക്കോ ധ്യാനങ്ങൾക്കോ മറ്റും അത്തരത്തിൽ ആദ്യങ്ങൾ പണം ഫ്രീ ആയിട്ട് കിട്ടിയാൽ വരും, അല്ലാത്തത് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു നല്ലൊരു പ്രഭാഷണമാണ്. മെഡിക്കൽ ആളെ കൊല്ലും മെഡിസിൻ, അതായത് മോഡേൺ മെഡിസിനെ വിമർശിച്ചുകൊണ്ടുള്ള, അനാവശ്യ ടെസ്റ്റുകളെ വിമർശിച്ചുകൊണ്ടുള്ള. അപ്പോൾ നമുക്ക് സാധിക്കുന്നത് കാണാൻ നല്ല വൃത്തിയായിട്ട് നമുക്ക് മുമ്പിൽ നിന്നാൽ വ്യൂ കിട്ടും. എന്നാൽ സൈഡിലേക്ക് പോകുമ്പോൾ എക്യുപ്മെൻറ്റ്സിൻ്റെ തടസ്സവും സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് പിന്നീട് പല സ്ഥലത്ത് പോയിരുന്നല്ലോ എനിക്കങ്ങനെ തോന്നി. പിന്നീട് നടക്കുന്ന സംവാദം സയൻസ് ബ്ലോഗേഴ്സിൻ്റെ ഒരു പരിപാടിയായിരുന്നു. അത് നന്നായി പോയി. ഇതിന് ശേഷമാണ് വളരെ പ്രശസ്തമായൊരു പരിപാടിയായിരുന്നു നമ്മുടെ രവീന്ദ്രൻ സാറുള്ള അട്രാക്ഷൻ, അദ്ദേഹത്തിന് ശ്രീജിത്ത് പണിക്കുന്നുള്ള സംവാദം ആരംഭിച്ചു. പതിവിന് വിപരീതമായിട്ട് രവീന്ദ്രൻ സാർ വളരെ അസ്വസ്ഥനായിട്ടാണ് അവിടെ കാണപ്പെട്ടത്. അദ്ദേഹത്തിന് ആ പ്രോഗ്രാമിൻ്റെ
സംഭവത്തിലധികം തിളങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ ബൗൺസേഴ്സ് അടുത്ത് നിൽക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു സംശയം വന്നു എന്ത് പറ്റി. പക്ഷേ ഞാൻ ചിന്തിച്ചത് ആ പ്രോഗ്രാമിൻ്റെ ടോപ്പിക്ക്, അതായത് ഈ ടെറർ ഡേ ആഘോഷിക്കണോ, ഭീതി ദിനം ആഘോഷിക്കണോ, അതായത് ഈ കഴിഞ്ഞ ഈ ആഗസ്റ്റ് 14 തീയതി ഈ പലായനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ വിഭജനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കൂട്ടക്കൊലയെ പറ്റി ഉള്ള ഒരു ചർച്ചയായിരുന്നു. പക്ഷേ ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരു 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 പരിപാടിക്ക് തടസ്സം നേരിട്ടത്. ഒരു ബോംബ് ഭീഷണി, ഒരു തോക്ക് ഭീഷണി, ഏതാണ്ടൊക്കെ ഒരു ഭീഷണി വന്നു നിങ്ങളെല്ലാം ഒഴിപ്പിക്കുകയാണെന്ന് പോലീസ് അറിയിക്കും. അപ്പോൾ എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ആ പരിപാടിയിൽ അദ്ദേഹത്തിന് അവിടെ അത്ര ശോഭിക്കാൻ സാധിക്കാതെയാണ്. ആളുകളെല്ലാം പുറത്തിറക്കി. വളരെ ശാന്തസുന്ദരമായി നിന്ന പരിപാടി, വളരെ മനോഹരമായി നടന്ന പരിപാടി ഫ്ലോ പെട്ടെന്ന് തീർത്തുകൊണ്ടാണ് ആളുകൾ പുറത്ത് ചാടിയത്. പുറത്ത് ചാടിയൊന്നുമില്ല, സാധാരണ വളരെ കാമായിട്ട് ആളുകൾ പുറത്തേക്ക് വന്നു. പാനിക്കൊന്നും ആയിട്ടില്ല. ആളുകൾ പുറത്ത് കാത്തുനിന്ന് വീണ്ടും ചെക്ക് ചെയ്ത് ഉള്ളിൽ കയറ്റി. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ മുകളിലേക്ക് പ്രവേശിച്ച ഏതോ ഒരു തോക്കുധാരി, ആ തോക്കുധാരിക്ക് ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നു. ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തോക്കുമായിട്ട് ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും അക്കാര്യത്തിലൊരു വീഴ്ച സംഭവിച്ചു. പ്രോഗ്രാം തടസ്സപ്പെട്ടു. ഞാൻ വിചാരിച്ചിരുന്നത് അതൊരു പക്ഷേ ആ ടോപ്പിക്കിൻ്റെ പേരിൽ ആരെങ്കിലും പരാതി കൊടുത്ത് പോലീസ് ഇടപെട്ട് നിർത്തിച്ചാണെങ്കിൽ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു സംഭവമാണ്. പെട്ടെന്ന് അങ്ങനെയാണ് വിഭജനം ഭീതി ദിനം ആഘോഷിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ രീതിയിൽ സംവാദിക്കാൻ നിങ്ങളാരാണ് എന്ന് വിചാരിച്ച് ആരോ തടസ്സപ്പെടുത്തിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇത് വീഴ്ച പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തോക്കുമായിട്ട് ഒരാൾ ഉള്ളിൽ കയറുന്നു. അയാൾ എങ്ങനെ എത്തി എന്നുള്ളതാണ് വിഷയം. ഉള്ളിൽ അയാൾ ഈ പരിപാടിയുടെ ആസ്വാദകനാണ്. പക്ഷേ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ബോധം വേണ്ടേ, ഇത് ഇങ്ങനെ കയറാൻ പാടില്ല, അത് മോശമല്ലേ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക്, ഒരുപാട് ആൾ ക്രൗഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അയാളുടെ ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ അദ്ദേഹം അടുത്തേക്ക് വരാതിരിക്കുക, മറ്റോ ചെയ്യണം. അല്ലാതെ ഒരിക്കലും അവിടേക്ക് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് തോക്കുമായിട്ട് വരാൻ പാടില്ല. ഒരു കത്തി പോലും വളരെ ഭയപ്പെടുത്തുന്നതാണ്. എന്നിട്ട് കയ്യിലൊരു കുറുവടി ഉണ്ടെങ്കിൽ പോലും അത് ആളുകളെ ഭയപ്പെടുത്തുമെന്നുള്ള ഒരു ബോധം വന്നു. പ്രോഗ്രാം പിന്നീട് ലൈവായിട്ട് മുമ്പോട്ട് തിരിച്ചു കയറുകയും ആളുകൾ പിന്നെ പ്രോഗ്രാം നന്നായി മുമ്പോട്ട് പോയി ചെയ്ത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നില്ല. ചില അത്യാവശ്യങ്ങളുണ്ടായിരുന്നതുകൊണ്ടും പ്രോഗ്രാം എത്രമാത്രം ഡിലേ ആവുമെന്ന് അറിയാത്തതുകൊണ്ടും നമ്മൾ തിരിച്ച് ദൂരേക്ക് എത്തുന്നതുകൊണ്ടും തിരിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യം എനിക്കിതിനകത്ത് പറയാനുള്ളൂ. നമ്മൾ ഈ വെള്ളക്കെട്ടും മറ്റ് പ്രശ്നങ്ങളൊക്കെ ധൈര്യം ചെയ്തിട്ടാണ് നമ്മൾ അവിടേക്ക് കയറി വന്നു. തുടക്കം തന്നെ എങ്ങനെയൊക്കെയാണ് കണ്ടിട്ടാണ് കയറി വന്നു. അപ്പോൾ ഇതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്താവുന്ന കാര്യത്തിനകത്ത് ലിറ്റ്മസ് വൻ വിജയം തന്നെയാണ്, സംശയവുമില്ല. പ്രോഗ്രാം വൻ വിജയമായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, ആ സ്റ്റേഡിയം അറേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു 100-300 പേർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന രീതിയിലല്ല പ്രോഗ്രാം വരേണ്ടത്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന രീതിയിലേക്ക് വരണം. പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് തടസ്സങ്ങളൊക്കെ ഒഴിവാക്കണം. അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നീടുള്ള സെക്യൂരിറ്റി ചെക്കിൻ്റെ കാര്യമാണ്. അത് നേരത്തെ അറിയിക്കുന്നത് വളരെ നന്നാകുമായിരുന്നു. അത് അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വരാമായിരുന്നു. അല്ലാത്ത പക്ഷേ ഇത് പ്രോഗ്രാം വളരെ നന്നായിരുന്നു. അതിൻ്റെ സംഘാടകർക്ക് കൃത്യമായ അഭിനന്ദനവും നേരുന്നു.